+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PSC അപ്രൂവ്ഡ് ആണോ എന്ന്, PSC അംഗീകാരം ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന്, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ് ആണ്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മുൻപ് ഉള്ളൊരു ഡൗട്ടായിരുന്നു, നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UGC അപ്രൂവ്ഡ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PSC അപ്രൂവ്ഡ് ആണോ എന്നാണ്. നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PSC അപ്രൂവ്ഡ് ആണ്. ഓക്കെ, നമുക്ക് UGC അപ്രൂവ്ഡ് ആണ്, PSC അപ്രൂവ്ഡ് ആണ്. കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ എക്സാം എഴുതാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ PSCയും മാതൃഭാഷയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒന്നാണ്. നമുക്ക് PSCയും നമുക്ക് മലയാളത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സോഷ്യോളജിയോ, ഡിഗ്രിയിലേക്ക് സോഷ്യോളജിയോ അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നീ സബ്ജക്റ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും PSC ഒന്നും കൂടി ഈസി ആയിരിക്കും എക്സാം ഒക്കെ. അതിനകത്തുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളാണ് PSC എക്സാമിലും ഉണ്ടാവുക. അപ്പോൾ PSC എക്സാം ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കൂടാതെ തന്നെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് UGC അപ്രൂവ്ഡ് ആണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ്. 2020 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതെങ്കിലും നമ്മൾ UGC അപ്രൂവ്ഡ് ആയത്, അതായത് UGC അംഗീകാരം ലഭിച്ചത് 2021. സോ നിങ്ങൾ ഇനി കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PSC അപ്രൂവ്ഡ് ആണ്, UGC അപ്രൂവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ PSC എഴുതാൻ സാധിക്കുമോ എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ PSC അപ്രൂവ്ഡ് ആണ്. ഇനി നിങ്ങൾ മടിച്ചിരിക്കേണ്ട, നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വീഡിയോ വരുന്നത്. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PSC അപ്രൂവ്ഡ് ആണോ എന്ന് കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് എടുത്ത് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.